ബസ് വിട്ടോടാ. നല്ല പുസ്തകം. അമ്മേ, നാളെയല്ലേ അമ്മ അച്ഛന്റെ പിറന്നാള്? നാളെ തിങ്കളാഴ്ചയല്ലേ അമ്മേ? ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കേണൽ അങ്കിളിനെ കണ്ടു. നമ്മുടെ കേണൽ അങ്കിളിനെ കൂടെ ആന്റി ഉണ്ടായിരുന്നു. അമ്മ എന്താ അമ്മേ അവരിങ്ങോട്ട് ക്ഷണിക്കാത്തത്? അമ്മേ അവരിങ്ങോട്ട് ക്ഷണിക്കാത്ത എന്താ? അടുത്ത പ്രാവശ്യം അച്ഛൻ ലീവിന് വരുമ്പോ അവരെ വിളിക്കാം. ഓ, അത് താമസിക്കും. നമ്മളെ അവര് വിളിച്ചതല്ലേ, അവരെ നമ്മൾ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുത്തില്ല മഹാമോശമാണ്. ഒരു മോശമല്ല. ആ പുസ്തകം ഇതാ, കളിക്കരുത്. നിനക്കെന്താ അത്ര നിർബന്ധം അവരെ വിളിക്കണം? നിർബന്ധമൊന്നുമല്ല, അതാ എന്റെ ശരി. നാളെ അച്ഛന്റെ ബർത്ത്ഡേ ഇവിടെ അല്ലേ? നമുക്ക് സൗകര്യം പോലെ വിളിക്കാം. വേണ്ട, ഇന്നെ കൊണ്ട് ശല്യം തന്നെ. നാളെ വിളിക്കാം. ഈ പുസ്തകം വിളിക്കോ? ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആരെയും വിളിച്ചില്ല. നിങ്ങൾ മാത്രം മതിയെന്ന് വിചാരിച്ചു അതിഥികളായിട്ട്. ഞങ്ങൾ അതിഥികളല്ലല്ലോ. വി ആർ ഓൾ മെമ്പേഴ്സ് ഓഫ് എ ബിഗ് ഫാമിലി. അല്ലേ ഇത്? മതിയോ? അവൾ അങ്ങനാ. എന്നാ എഴുന്നേറ്റുള്ളൂ. ഫോർമാലിറ്റീസ് ഒന്നുമില്ല കേട്ടോ. എനിക്ക് മതി. തടി അല്പം കൂടുന്നുണ്ട്. ഞാനിപ്പോ ഡയറ്റിങ്ങിലാ. ആണുങ്ങളായ അല്പം തടിയൊക്കെ വേണം. ഇത് അത്ര വലിയ തടിയൊന്നുമല്ല. ശോഭയ്ക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമാണോ? അതെ. ഇതെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് നട്ടു വളർത്തിയ. അതെ, ഞാനിവിടെ കുറെ റോസാ ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറുക്കനുള്ളതിനെ കൊണ്ട് അതിന് അല്പം വെള്ളം ഒഴിക്കാൻ പോലും പ്രയോജനമില്ല. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് ഭയങ്കര വിശപ്പ്. പിന്നെന്താണ് എഴുന്നേറ്റ് പോകുന്നത്? ഒരു സന്ദർഭം കൂടി കിട്ടിയതുകൊണ്ട്. എന്താണ്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോട്ടെ. വളച്ചു കെട്ടാനൊന്നും ഉദ്ദേശമില്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ശോഭ ഇഷ്ടമായി. അപ്പോൾ മുതൽ പറയണമെന്ന് കരുതിയില്ല. പക്ഷേ ഇപ്പോഴൊരു ചാൻസ് കിട്ടിയത്. ഐ ലവ് യു. എയിം. എന്താ ചിരിക്കുന്നത്? കൂട്ടുകാരനെ ഫ്രഞ്ച് പഠിപ്പിച്ചതും നിതിനാണല്ലേ? എന്നിട്ടെന്നെ പിഗെന്ന് വിളിപ്പിച്ചില്ലേ? ഐ ആം സോറി ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. എന്നോട് വെറുപ്പൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഐ എം സോറി. ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടുപോയി. ആരാ അത്? ആനന്ദ്. ഐ ലൈക്ക് ഹിം. ഹളിയ, ഇന്ന് നിന്റെ ചെലവ് മുഴുവൻ എന്റെ വക. ദിസ് ഡെഫിനറ്റ്ലി കോൾസ് എ സെലിബ്രേഷൻ. ടുഡേ ഈസ് മൈ ഡേ. നിന്റെ ചാട്ടം കണ്ടാ തോന്നും നീ അവളെ കെട്ടിക്കഴിഞ്ഞെന്ന്. ഏതായാലും നിന്റെ വീരവാദമൊക്കെ തീർന്നില്ലേ? എന്റെ ചൂണ്ടയിൽ തന്നെ കൊത്തി. നീ എത്ര വലിയ വാചകം അടിക്കണ്ട കേട്ടോ. എന്റെ കൈക്ക് വേണ്ട പെണ്ണുകളൊന്നുമില്ല. ഇത് പെണ്ണ് വേറെ. നിനക്കെന്താ കൊമ്പുണ്ടോ? അത് ദേഹം വിളിക്കാൻ പറ്റും. രാവിലെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കും. വാശി പഠിപ്പിക്കല്ലേ? ഒരല്പം വാശി ഉണ്ടെന്ന് വെച്ചോളൂ. തീർച്ചയാണോ?
ബട്ട് ഞാൻ അവളെ കെട്ടും, അവൾ എന്റേതായിരിക്കും. ബട്ട് ഐ ആം ഗോയിങ് ടു മാരി ഹെർ ആൻഡ് ഷീ ഈസ് മൈൻ. ഇനി വന്നിതിൻ നമുക്ക് ആഘോഷിക്കാം. ബസ് വരുന്നുണ്ട്. അയ്യോ അയ്യോ എന്റെ അമ്മോ, അയ്യോ എവിടെ നിന്നാണ് കാലത്തെ ആരാധനാധികം? അധികം ചിരിക്കണ്ട, തന്നുകൊണ്ട് മുമ്പ് സ്ഥലം കിട്ടോ? ഈ മരിച്ചാലും സാരമില്ല ശോഭെ. അമി തുമാക്കെ ഭാലോഭാഷി. ഇതെന്ത് ഭാഷ? ബംഗോളി. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ പോരെ? എന്നാ പറയാൻ കേട്ടോളൂ. ഐ ലവ് യു. പിന്നെ നടന്ന് നടന്ന് ചെരുപ്പ് 6 എണ്ണം വാങ്ങി, ബൈക്കിന്റെ ടയർ 5-6 മാറ്റി, വെയിൽ കൊണ്ടുകൊണ്ട് പഴയ ഗ്ലാമറും പോയി. ആരും പറഞ്ഞില്ലല്ലോ ഇങ്ങനൊന്നും ചെയ്യാൻ. പക്ഷേ ഇപ്പൊ എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ പോട്ടെ, ബസ്സിന് സമയമായി. അയ്യോ, ഞാൻ കൊണ്ടുവിടാം. ആ ഡാഡിയുടെ കയ്യിൽ ഒരു ഡബിൾ ബാരൽ തോക്കുണ്ട്, അറിയോ? അറിയാമേ. ഒറ്റ വെടി മതി. രണ്ടും ഒരുമിച്ചാണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഏതായാലും ഭാഗ്യം പരീക്ഷിക്കേണ്ട പറ്റുള്ളൂ. ചേട്ടത്തി സുന്ദരിയല്ലേ? മോക്ക് പിടിച്ചു സുന്ദരിയാന്ന്. ഓ, ഒരു ഗമ കണ്ടില്ലേ? അത്രയ്ക്ക് വലിയ സുന്ദരിയൊന്നുമല്ല. എന്നാലും എനിക്കിഷ്ടം. ഗുഡ് നൈറ്റ്. നേരം വെളുക്കുമ്പോ വന്നാൽ ഈ പുലിനുള്ള മൺതുള്ളികൾ കാണാം. എന്തെങ്കിലും പറയുന്നേ? പച്ചയ്ക്ക് പകരം മരങ്ങളുടെ ഇലകളുടെ നിറം നീലയായിരുന്നെങ്കിൽ അല്ലേ? അത് കൊള്ളാം. എന്താ മിണ്ടാതിരിക്കുന്നേ? ആ, ഈ നിറം കൊള്ളാം അല്ലേ?